ടൈം ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. പക്ഷേ ടൈം ട്രാവലിനുള്ള സംവിധാനം നിലവിലിപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് പഴയകാല ഓർമ്മകളിലേക്ക്, ഒരു നൊസ്റ്റാൾജിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി ഒരു പുതിയ ബസ് ഇറക്കിയിട്ടുണ്ട്. അതും KSRTCയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു പഴയ ബസ്സിൽ നമുക്ക് ആ ബസ്സിൻ്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടൊരു യാത്ര പോകാം. ആ ബസ്സിൻ്റെ ഉദ്ഘാടനമാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ളത്. മിനിസ്റ്റർ, സാധാരണ മിനിസ്റ്റർ ഇറക്കുന്ന പുതിയ ബസ്സുകളാണ്. ഇതൊരു പഴയ ബസ്. എന്താണ് ഇപ്പോൾ പുതിയ ബസ്സുകൾക്ക് വരെ പഴയൊരു ബസ്? അല്ല, ഒരു പഴയ ബസ് KSRTCയുടെ പഴയ ഓർമ്മയ്ക്കായി. KSRTC വന്ന വഴികൾ മറക്കാൻ പാടില്ല, മനുഷ്യന് മറക്കാൻ പാടില്ല. അപ്പോൾ KSRTC വന്ന വഴിയിൽ KSRTCയുടെ ശക്തിയായിരുന്ന ഒരു കാലമുണ്ട്, ലാഭകരമായൊക്കെ പോയിരുന്നൊരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ ഓടിയിരുന്ന ഒരു വണ്ടിയാണിത്. തിരുവനന്തപുരം സിറ്റിയിൽ ഒരു 60-65 വയസ്സിന് മേളിൽ പ്രായമുള്ള എല്ലാവർക്കും ഈ വണ്ടി ഓർമ്മ കാണും. അവരിത് കാണുമ്പോൾ വളരെ സന്തോഷിക്കും. പിന്നെ പുതിയ തലമുറയ്ക്ക് KSRTCയുടെ പഴയ ഒരു വണ്ടിയിൽ പോകുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് അത് വളരെ വലുതാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ഹെറിറ്റേജിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പഴയകാല ജീവിത രീതികളെയും ആ സൗകര്യങ്ങളൊരു പ്രതീകമെന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി കണ്ടീഷനാണ്, പഴയ വണ്ടിയല്ല. വണ്ടി നന്നായിട്ട് ഓടുന്ന വണ്ടിയാണ്, പക്ഷേ രൂപം മാത്രം പഴയെന്നുള്ളേ ഉള്ളൂ. പഴയ ഒരു രൂപത്തിലുള്ള ഷെല്ല് അത് KSRTCയുടെ എഞ്ചിനീയർ ശ്രീ ഉണ്ണികൃഷ്ണനും അതുപോലെ പാപ്പനംകോട് ഡിപ്പോയിലെ കുറേ ജീവനക്കാർ, ചെറുപ്പക്കാരായ കുറേ ആൾക്കാരുടെ ഒരു 2 മാസത്തെ കഠിനാധ്വാനമാണ്. ജസ്റ്റ് ഞാനൊരു പണം കൊടുത്തതേ ഉള്ളൂ. പിന്നെ അവർ പഴയ പടങ്ങൾ നോക്കി കളർ ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ കളർ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നതാണ്. എന്താണ് ഇങ്ങനൊരു ആശയം? നമുക്ക് KSRTCയുടെ നമുക്കറിയാം, പഴയ കാലത്തിലേക്ക് പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ ഒരു പഴയ കാലത്തേക്ക് ഇതൊക്കെ ഒരു മുഖം മിനുക്കലിൻ്റെയും കേരള നവീകരണത്തിൻ്റെയും ഭാഗം തന്നെയാണ്. കാരണം ഇതൊരു വലിയ പബ്ലിസിറ്റിയാണ്. ഇത് കാണാൻ ആഗ്രഹിക്കുകയും ഇത് വരികയും ചെയ്യുമ്പോൾ KSRTCയുടെ വളർച്ചയെപ്പറ്റി ആളുകൾ ചിന്തിക്കും, KSRTCയെ പറ്റി ആലോചിക്കും. മോഹൻലാലിനെ, നമ്മുടെ മഹാനടനായ ശ്രീ ലാലേട്ടനെ കൊണ്ട് നമ്മൾ പരസ്യം ചെയ്യിച്ചു. അതൊരു വലിയ നേട്ടമാണ് KSRTC സംബന്ധിച്ച്. അദ്ദേഹം നമുക്ക് വേണ്ടി സൗജന്യമായി 2 പരസ്യങ്ങൾ അതിമനോഹരമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലുകളിലെല്ലാം സംപ്രേഷണം ചെയ്തു, തിയേറ്ററുകളിൽ കാണിച്ചു, സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പഴയകാല നൊസ്റ്റാൾജിയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെയാണ് KSRTCയുടെ നൊസ്റ്റാൾജിക് ഫീലിംഗ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇതും KSRTCയുടെ ഒരു ആഡാണ് എന്ന് കൂട്ടിയാൽ മതി. ബസ്സിനിപ്പോൾ തൽക്കാലം റൂട്ടൊക്കെ തീരുമാനിച്ച് നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് പേരൂർക്കട വരെയാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് എൻ്റെ ഒരു കാര്യങ്ങൾ CMD പഠിച്ചതിന് ശേഷം ഇത് ഒരു ബഡ്ജറ്റ് ടൂറിസമാക്കി മാറ്റാം. പിന്നെ ഈ വണ്ടിക്ക് തന്നെ നമ്മൾ സ്പെയർ വണ്ടി വേറെ ഉണ്ടാവും. പക്ഷേ ഈ വണ്ടി വല്ല കല്യാണ ആവശ്യങ്ങൾക്കും ഒക്കെ സ്പെഷ്യലായിട്ട് ചോദിച്ചാൽ കൊടുക്കും. കല്യാണ ആവശ്യങ്ങൾക്ക് ഫോട്ടോ ആൽബം, പ്രീ വെഡ്ഡിങ് ആൽബം എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കും. നമ്മുടെ ലോ ഫ്ലോർ ബസ്സുകൾ പോലെ തന്നെ ഡബിൾ ഡെക്കർ, ഓപ്പൺ ഡെക്കർ ബസ് പോലെ ഓപ്പൺ ഡബിൾ ഡെക്കർ പോലെ ഓടിക്കാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ റെഗുലർ സർവീസ് ആദ്യം ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കുറച്ചത് ഓടിയതിന് ശേഷം അത് ഡബിൾ ഡെക്കർ പോലെ ഒരു സ്പെഷ്യൽ സർവീസാക്കി മാറ്റണമെങ്കിൽ അങ്ങനെ ആക്കും. പിന്നെ മാത്രമല്ല, ഈ വണ്ടി ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, ഇതുപോലുള്ള ഈ ഫോട്ടോ ആൽബംസ് എടുക്കാനും പിന്നെ സ്പാട്ട് ഷൂട്ട് ചെയ്യാനും ഫിലിം ഷൂട്ട് ചെയ്യാനും സീരിയൽ ഷൂട്ട് ചെയ്യാനൊക്കെ കൊടുക്കും. ഒരു കളർഫുള്ളായിട്ടുള്ള ഈ വെഡ്ഡിങ് ഇതൊക്കെ ഉണ്ടല്ലോ, ഫോട്ടോഗ്രാഫിയൊക്കെ ഉണ്ടല്ലോ, അതിനുവേണ്ടി പ്രീ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കും. ആ ദിവസങ്ങളിൽ ഇതിന് പകരം ആ റൂട്ടിൽ വേറെ വണ്ടി ഓടും. വേറെ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലെ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഡിമാൻഡ് ഉണ്ടെങ്കിൽ അടുത്തൊരു വണ്ടിയും കൂടി ചെയ്യും. അതിന് കുറച്ച് ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് കൂടെ വരുത്തും. ഇതിപ്പോൾ ഞാൻ ഈ കളറ് കറുപ്പായിരുന്നില്ല, ഇവിടെ സിൽവർ ആയിരുന്നു. ഇതിപ്പോൾ സിൽവർ ആക്കും, സിൽവർ പെയിൻ്റ് ആക്കും. ഇത് സിൽവർ ആക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ച പോലെ ഇരിക്കും. വണ്ടിയുടെ ഫ്രണ്ട് അങ്ങനെയാണ് പണ്ടിരുന്നത്. ഇതൊക്കെ നമ്മളെ പഴയ എംബ്ലം ചെയ്തെടുത്താണ്. ഫോട്ടോ നോക്കിയിട്ട് KSRTCയിലെ ഉദ്യോഗസ്ഥർ ചെയ്തെടുത്ത്, ജീവനക്കാർ ചെയ്തെടുത്താണ്. ഈ ഹോണൊന്നും പുതിയ തലമുറയിലെ ആളുകൾ ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചതാണ്. 2 ഹോൺ അടിച്ച് കാണിച്ചു തരാൻ വേണമെങ്കിൽ. പണ്ട് നമ്മൾ സമരമൊക്കെ പോകുമ്പോഴേ സ്കൂളിൽ പഠിക്കുമ്പോൾ സമരം പോകുമ്പോൾ ഈ ബസ് ഇങ്ങനെ വരും. അപ്പോൾ പ്രധാന ജോലി ഇതിൽ കയറിയിട്ട് ഒരു ഹോൺ അടിക്കുക. സമരത്തിന് പോകുമ്പോഴേ ബസ് തടഞ്ഞിടും. എന്നിട്ട് ഇത് പണ്ട് പ്രധാന ജോലി ഇതാണ്. സമരം വരുമ്പോൾ ഒറ്റയടി അടിച്ചിടും. ഇപ്പം കിട്ടാ, ഇത് അവിടെ അവരുണ്ടാക്കിയെടുത്താണ്. ഞാനത് ഉണ്ണികൃഷ്ണനോട്, എൻ്റെ എഞ്ചിനീയറോട് ഞാൻ പറഞ്ഞു, ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉണ്ടാക്കിയെടുത്താണത്. നമ്മുടെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് വളരെ അത്ഭുതമാണ്. ഈ സാധനം എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഈ റബ്ബർ മറ്റേതെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ഈ സാധനം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇപ്പോൾ ഈ യാത്ര തുടങ്ങുന്നത് കവടിയാർ കൊട്ടാരത്തിന് മുന്നിൽ വെച്ചാണ്. KSRTC നമുക്കറിയാം, എൻ്റെ ചരിത്രവും കവടിയാർ കൊട്ടാരത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഏറ്റവും ഉചിതമായ ഒരു സ്ഥലത്ത് നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവിടെ വയ്ക്കാൻ തീരുമാനിച്ചത്. കാരണം ചിത്രനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് അദ്ദേഹമാണ് KSRTC ആരംഭിക്കുന്നത്. അപ്പോൾ ഇതും ആ പഴയ ഓർമ്മയ്ക്ക് അവിടെ നൊസ്റ്റാൾജിക് ഫീലിംഗ് അവിടെ നിന്ന് കൊട്ടാരത്തിന് മുമ്പിൽ തന്നെ ആവട്ടെ, രാജകീയമായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. സാധാരണ ചാർജാണ്. പിന്നെ ബഡ്ജറ്റ് ടൂറിസ്റ്റിൽ മാറുമ്പോൾ ഡബിൾ ഡെക്കർ പോലെ മാറും. ഇപ്പോൾ തൽക്കാലം നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് പേരൂർക്കടയ്ക്ക് കയറുന്ന വണ്ടിയുടെ ചാർജേ ഉള്ളൂ. അത് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്തായാലും വീണ്ടും നമുക്ക് പഴയകാല യാത്രകളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു സൗകര്യമാണ് ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. KSRTCയുടെ ഒരു
പഴയ കാല ബസ് അത് വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദമായി തന്നെ മന്ത്രി നമ്മളോട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്.